നമ്മൾ ഈ കാണുന്ന കമ്പനി ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് ഏതാണ്ട് 1350 കോടിക്ക് മുകളിലാണ് അവർ ഇലക്ടോറൽ ബോണ്ട് വഴി ഡൊണേഷനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രശ്നം, അതായത് 1350 കോടി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഡൊണേഷൻ നടത്തിയിട്ടുള്ള കമ്പനിയും ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡാണ്. പക്ഷേ ഇവിടെ പ്രശ്നം, കഴിഞ്ഞ 2019 മുതൽ 23 വരെയുള്ള കാലയളവിലുള്ള ഡൊണേഷനാണ് 1350 കോടിക്ക് മുകളിലുള്ള ഡൊണേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി 2019 മുതൽ 23 വരെയുള്ള അവർ ഡൊണേഷൻ ചെയ്ത എമൗണ്ട് 1350 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിലും അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 215 കോടി രൂപ മാത്രമാണ്. അതായത് 19 മുതൽ 23 വരെ 215 കോടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അവർ ഡൊണേഷൻ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1350 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും പോസിബിൾ ആവുന്നത്? 215 കോടിയും 1350 കോടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6 ടൈംസ് അവർ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിൻ്റെ 6 ടൈംസിന് മുകളിൽ അവർ ഡൊണേഷനായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും പോസിബിൾ ആവുന്നത്? അപ്പോൾ ഇത് തന്നെയാണ് ഇലക്ടോറൽ ബോണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. അതായത് അനോണിമസ് കീപ്പ് ചെയ്യുക, ആരാണ് ഡൊണേഷൻ ചെയ്തതെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസിൻ്റെ ലിമിറ്റഡിൻ്റെ കാര്യം വന്നിട്ടുള്ളത് ഈ കോർട്ടിൻ്റെ വിധി കാരണമാണ്. കോർട്ട് SBIൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്രയൊക്കെയാണോ വിവരങ്ങൾ, ആരൊക്കെയാണോ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും വിവരങ്ങൾ വരണം എന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് SBI പുറത്തുവിട്ട പ്രകാരം ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് ഈ ഒരു 1350 കോടിയുടെ ഡൊണേഷൻ പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് എന്താണ് ഇലക്ടോറൽ ബോണ്ടെന്നും അതുപോലെ തന്നെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിനാണ് ഏറ്റവും വലിയ ഫണ്ടിങ് കിട്ടിയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനീസാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ ചെയ്തിട്ടുള്ളതെന്നും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇലക്ടോറൽ ബോണ്ട് നോക്കാം. അപ്പോൾ ഇലക്ടോറൽ ബോണ്ട് നോക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്ത്യയിൽ സാധാരണ ഒരു കമ്പനിക്ക് ഡൊണേഷൻ ചെയ്യണം അല്ലേ? നമുക്ക് ഇന്ത്യയിലൊരു പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് ഡൊണേഷൻ ചെയ്യാം. പ്രധാനമായിട്ടും ഒരു ഭരിക്കുന്ന പാർട്ടിയിൽ ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പ്രോജക്റ്റോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ കോർപ്പറേറ്റ്സുകൾക്ക് അറിയാം. ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കോർപ്പറേറ്റ്സിന് അവർക്ക് നിലനിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ നിലനിന്നിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റിന് ഫണ്ട് ചെയ്യണം. കോർപ്പറേറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനി, അവർക്ക് ഇന്ത്യയിൽ കുറേ പാർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 3 പാർട്ടീസിനെ എടുക്കുന്നു, XYZ എന്ന് പറഞ്ഞൊരു 3 പൊളിറ്റിക്കൽ പാർട്ടീസിനെ എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഡൊണേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്യാഷ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് UPO എന്തെങ്കിലും ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ കമ്പനി X എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടീസിൽ ട്രാൻസാക്ഷൻ ചെയ്യുവാണ്. ഓക്കെ, ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഡൊണേഷൻ എന്തായാലും വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കും ഡൊണേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസിൽ X എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ Yയും Z എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ ഇൻഫോർമേഷൻ അറിയായിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും പബ്ലിക്കിനും ഈ ഒരു ഇൻഫോർമേഷൻ അവൈലബിൾ ആണ് അല്ലേ? എത്ര രൂപയാണ് ഡൊണേറ്റ് ചെയ്തതും, എന്നാണ് ഡൊണേറ്റ് ചെയ്തതും, ഏത് കമ്പനിയാണ് ഡൊണേറ്റ് ചെയ്തതും, അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഇൻഡിവിജ്വലാണ് ഡൊണേറ്റ് ചെയ്തതെന്നുള്ള വിവരം Yയും Zയും എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ എൻറ്റയർ പബ്ലിക്കിനും ഈ ഒരു ഡൊണേഷൻ്റെ എമൗണ്ടും ഏത് കമ്പനിയാണ് ഡൊണേറ്റ് ചെയ്യുന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ അറിയായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് തന്നെ. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ X എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടീസിന് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും Yയും Zയും എന്ന് പറഞ്ഞ കമ്പനിക്ക് മേൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അവർ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് X എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടീസിന് മാത്രം ഡൊണേഷൻ ചെയ്തത് കൊണ്ട് Yയും Zയും പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും? എന്ന് പറഞ്ഞ കമ്പനിക്ക് മേൽ എന്തായാലും അവർ തമ്മിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 2017 അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അവതരിപ്പിച്ച ബില്ലാണ്. ഇപ്പോൾ 2017 അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് വന്നിട്ടുള്ള ബില്ലാണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എക്സാമ്പിൾ തന്നെ എടുക്കുവാണ്. എന്ന് പറഞ്ഞൊരു കമ്പനി അവർ
XYZ എന്ന് പറഞ്ഞ 3 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അല്ലേ. XYZ എന്ന് പറഞ്ഞ 3 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എ എന്ന് പറഞ്ഞൊരു കമ്പനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു അനോണിമസ് കീപ്പ് ചെയ്യുക, ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ്റെ അനോണിമസ് കീപ്പ് ചെയ്യാനാണ് ഇലക്ടോറൽ ബോണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള ഫണ്ടിങ് ആണ് ഇലക്ടോറൽ ബോണ്ട്, അല്ലെങ്കിൽ ഫണ്ടിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഇലക്ടോറൽ ബോണ്ട് വഴി ഇലക്ടോറൽ ബോണ്ട് വിൽക്കാനുള്ള ഉത്തരവാദിത്തം അല്ലാന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI ആണ്. SBI വഴി മാത്രമേ ഇലക്ടോറൽ ബോണ്ട് കമ്പനീസിനോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനോ വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടു അല്ലേ, ഇപ്പോൾ എയും എക്സും നടക്കുന്ന ട്രാൻസാക്ഷൻ പുറത്ത് പോകരുത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ എ എന്ന് പറഞ്ഞ കമ്പനി എന്ത് ചെയ്യും, എ എന്ന് പറഞ്ഞ കമ്പനി നേരിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ ചെയ്യാതെ തന്നെ SBIയിൽ ചെന്നിട്ട് ഇലക്ടോറൽ ബോണ്ട് വാങ്ങിക്കും. അതായത് SBIയുടെ ഇലക്ടോറൽ ബോണ്ടിൻ്റെ സാമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എ എന്ന് പറഞ്ഞ കമ്പനി നേരിട്ട് SBIയിൽ ചെന്നിട്ട് ഇലക്ടോറൽ ബോണ്ട് വാങ്ങിക്കും. അപ്പോൾ ഇവിടെ SBIൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇലക്ടോറൽ ബോണ്ട് വാങ്ങിക്കുന്നത് അവരുടെ വിവരം ഒന്നും തന്നെ പബ്ലിക്കിനോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊന്നും വിടാനായിട്ട് പറ്റത്തില്ല. അത് എന്ത് ചെയ്യണം, SBIയിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. ആരൊക്കെ ബയ്യേഴ്സ് ആയിട്ടുണ്ടോ, ഇലക്ടോറൽ ബോണ്ട് ആരൊക്കെ വാങ്ങിക്കുന്നുണ്ടോ അവരുടെ ഒന്നും വിവരങ്ങൾ ഒരിക്കലും പബ്ലിക്കിന് അവൈലബിൾ ആവില്ല, അതുപോലെ ആർക്കും അവൈലബിൾ ആവരുത്. അത് ടോപ്പ് സീക്രട്ടായിട്ട് തന്നെ വയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബിയറർ ബോണ്ട് എന്ന് പറയാം. ഒരു ടൈപ്പ് ഓഫ് ബിയറർ ബോണ്ടാണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, എ എന്ന് പറഞ്ഞ കമ്പനിക്ക് എക്സ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടീസൊക്കെ അറിയാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അറിയും അല്ലേ, എന്തായാലും അറിഞ്ഞിട്ട് അവർ തമ്മിലുള്ള ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടുള്ള ഒരു പൊരുത്തക്കേട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുക, ഇവിടെ ഇലക്ടോറൽ ബോണ്ട് എ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഡയറക്റ്റ്ലി SBIയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ SBIയിൽ നിന്ന് ഇലക്ടോറൽ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് പറ്റുന്നത് മെയിൻലി ഡിനോമിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1000 റുപ്പീസിന് വാങ്ങിക്കാം, 10,000 റുപ്പീസിന് വാങ്ങിക്കാം, അതുപോലെ തന്നെ 1 ലാഖിന് വാങ്ങിക്കാം, 10 ലാഖിന് വാങ്ങിക്കാം, അതുപോലെ തന്നെ 1 crore വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിനോമിനേഷൻസ് വരുന്നത്. നമുക്ക് ഈ ഒരു പറയുന്ന ഡിനോമിനേഷൻസ് ഫേസ് വാല്യൂലായിരിക്കും നമുക്ക് ഈ SBIയിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ ഇൻഡിവിജ്വലോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പനിക്കോ വാങ്ങാനായിട്ട് പറ്റുന്നത്, ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് വാങ്ങാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസമാണ് ഇലക്ടോറൽ ബോണ്ട് ക്യാഷ് ആക്കാനുള്ള ടൈം. അതായത് എ എന്ന് പറഞ്ഞൊരു കമ്പനി ഇലക്ടോറൽ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുമ്പോഴത്തേക്കും ആ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം, ഇലക്ടോറൽ ബോണ്ട് വാങ്ങിച്ചതെന്നാണോ അന്ന് തൊട്ട് 15 ദിവസത്തിനകം തന്നെ ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് ക്യാഷ് ആക്കണം. ഓക്കെ, 15 ദിവസത്തിനകം തന്നെ ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇലക്ടോറൽ ബോണ്ട് വർക്ക് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞൊരു കമ്പനി അത് വാങ്ങിക്കുന്നു, അതെന്ത് ചെയ്യുക, സീക്രട്ടായിട്ട് SBIയിൽ തന്നെ സീക്രട്ടായിട്ട് ആ ഒരു ആരാണോ വാങ്ങിച്ചതോ അവരുടെ പേര് വിവരങ്ങൾ സീക്രട്ടായിട്ട് തന്നെ SBI സൂക്ഷിക്കുന്നു. അതെന്ത് ചെയ്യുന്നു, എ എന്ന് പറഞ്ഞൊരു കമ്പനി അവിടെ തിരിച്ച് കമ്പനി തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ പേര് വിവരങ്ങൾ ആ ഒരു ബോണ്ടിനകത്ത് ഉണ്ടാവില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിന് സ്വാഭാവികമായിട്ട് ഒരുപാട് ഇലക്ടോറൽ ബോണ്ട് കിട്ടും. ആ ഒരു ഇലക്ടോറൽ ബോണ്ട് തിരിച്ച് SBIയിൽ തന്നെ കൊടുത്ത് ക്യാഷ് ആക്കിയിരിക്കണം. എത്ര ദിവസത്തിനകം, 15 ദിവസത്തിനകം ക്യാഷ് ആക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ടോറൽ ബോണ്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം, അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് SBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അല്ലേ. അതായത് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് SBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഓണർഷിപ്പുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് SBI. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, കൺട്രോളും മൊത്തവും ഗവൺമെൻറ്റിലാണ്. അപ്പോൾ ബോർഡ് മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയായിരിക്കും അല്ലേ. SBI ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബോണ്ടിലുള്ള വിവരങ്ങൾ ആരൊക്കെയാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ എല്ലാ വിവരങ്ങൾ ബോർഡ് മെമ്പേഴ്സിന് കിട്ടില്ലേ അല്ലേ. സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കുക, ബോർഡ് മെമ്പേഴ്സിന് കിട്ടും. ബോർഡ് മെമ്പേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ബുദ്ധിമുട്ട്, നേരെ ഗവൺമെൻറ്റിലോട്ട് ഈ ഒരു വിവരങ്ങൾ കൈമാറാനായിട്ട് ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക,
ഗവൺമെൻറ് എന്ത് ചെയ്യുക, ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ബോർഡ് മെമ്പേഴ്സിന് എന്തായാലും ആരൊക്കെയാണോ ബോണ്ട് വാങ്ങിക്കുന്നത് അത് സീക്രട്ടായിട്ട് തന്നെ വയ്ക്കണമെന്നാണ്. പക്ഷേ ഗവൺമെൻറ്റിലെ ബോർഡ് മെമ്പേഴ്സാണ് ഇവിടെ ഇരിപ്പുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിലെ ബോർഡ് മെമ്പേഴ്സ് ആകുമ്പോൾ ഗവൺമെൻറ്റിന് ഈ വിവരങ്ങൾ അറിയാം അല്ലേ. ഈ ഇലക്ടോറൽ ബോണ്ടിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്, അനോണിമസ് കീപ്പ് ചെയ്യുക എന്നാണ്. പക്ഷേ SBI വഴി ബോണ്ട് വിൽക്കുന്നതോട് കൂടി തന്നെ ബോർഡ് മെമ്പേഴ്സിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും, നേരെ ചെന്നിട്ട് ഈ ഒരു വിവരങ്ങൾ ബോർഡ് മെമ്പേഴ്സിൻ്റെയിലുള്ള എല്ലാ വിവരങ്ങളും, ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ ആ വിവരങ്ങൾ ഗവൺമെൻറ്റിനും സ്വാഭാവികമായിട്ട് അറിയായിരിക്കും. ആരൊക്കെയാണ് ഡൊണേഷൻ ചെയ്തിട്ടുള്ള വിവരങ്ങൾ സ്വാഭാവികമായിട്ട് അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്ക് മാത്രം, ഇപ്പോൾ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ എന്തായാലും BJPക്ക് ഇതിന് മേൽ പ്രിവിലേജ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ BJP ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രിവിലേജ് ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കുക, ബോർഡിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റാണ് അല്ലേ. ഗവൺമെൻറ് ബോർഡിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആരൊക്കെയാണോ ബൈ ചെയ്തിട്ടുള്ള അവരെല്ലാം വിവരങ്ങൾ അറിയായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ വിവരങ്ങളും അറിയുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഒരു പ്രിവിലേജ് ഉണ്ടായിരിക്കും അല്ലേ. ആരൊക്കെയാണ് ഡൊണേഷൻ ചെയ്തതെന്നുള്ള ഒരു കാര്യങ്ങൾ അറിയാനായിട്ടുള്ള പ്രിവിലേജ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ലെഫ്റ്റ് വിങ് പാർട്ടിയും അതുപോലെ തന്നെ മറ്റു 2-3 പാർട്ടീസും കൂടെ, ജനാധിപത്യ പാർട്ടീസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ, ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹർജി നടത്തിയത്. അപ്പോൾ ഈ ഒരു അനോണിമസ് എന്നുള്ള ഭാഗം ഇവിടെ ഇല്ലല്ലോ. ശരിക്കും ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് വരുമ്പോഴത്തേക്കും അനോണിമസ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു അനോണിമസ് എന്നുള്ള കാര്യവും ഇവിടെ ഇല്ലാതായി. കാരണം SBI അവരെ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ബോർഡ് മെമ്പേഴ്സാണ് തന്നെ. അപ്പോൾ ആ ഒരു പാർട്ടീസിന് മേൽ പ്രിവിലേജ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഇത്രയധികം ചർച്ചയാവാനുള്ള കാരണവും. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇതെന്ത് ചെയ്തു, എല്ലാവരുടെ വിവരങ്ങൾ, ആരൊക്കെയാണോ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത് അവരെല്ലാവരുടെ വിവരങ്ങൾ പബ്ലിക്കിന് അവൈലബിൾ ആക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു SBIൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വാർത്തയായതും. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുള്ളത് BJP ഗവൺമെൻറ്റിന് തന്നെയാണ്, അല്ലെങ്കിൽ BJP പൊളിറ്റിക്കൽ പാർട്ടീസിന് തന്നെയാണ്. BJP 6061 കോടി രൂപയുടെ ഡൊണേഷനാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡൊണേഷൻ കിട്ടിയിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസ് ആണ്, 1610 കോടി രൂപ. അപ്പോൾ ഇത്രയും ഡൊണേഷൻസ് നൽകിയിട്ടുള്ള പാർട്ടീസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ടറൽ ബോണ്ട് ആരൊക്കെയാണ് വാങ്ങിച്ചതുള്ളത് ലിസ്റ്റും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് 1368 കോടി രൂപ ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ED റെയ്ഡ് ചെയ്തൊരു കമ്പനിയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഇതൊക്കെ ഒരു നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടിങ് ഒക്കെ ഇവിടെ പോസിബിൾ ആണ് അല്ലേ. കമ്പനീസിനെ ഫോഴ്സ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഗവൺമെൻറ് ആ പ്രോജക്റ്റ് കൊടുക്കാം എന്നുള്ളൊരു പ്രോമിസൊക്കെ നടത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സ് സിസ്റ്റം അനുസരിച്ച് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇലക്ടോറൽ ബോണ്ടിന് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ഷനും കിട്ടുന്നുണ്ട്.